Good morning, Safwan. Good morning, Jasmine. ഇന്നൊരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. 24,800 എന്നുള്ള ഒരു പോയിന്റ് ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റിയെയും ബാങ്ക് നിഫ്റ്റിയെയും സംബന്ധിച്ചിടത്തോളം വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? ജാസ്മിൻ, മാർക്കറ്റിൽ നമുക്കൊരു സെക്ടർ സ്പെസിഫിക് റാലി അറ്റംപ്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനത്തെ ഒരു മാർക്കറ്റ് സെനാരിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. എക്സാമ്പിൾ ഡിഫൻസ് സ്റ്റോക്സിലൊക്കെ ഒരു മൊമെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റി 0.08% മുന്നേറ്റവും ബാങ്ക് നിഫ്റ്റി 0.01% ഇടിവുമാണ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റിയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിൽ 30 സ്റ്റോക്കുകൾ അഡ്വാൻസായും 20 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലാകട്ടെ 5 സ്റ്റോക്കുകൾ അഡ്വാൻസും 7 സ്റ്റോക്കുകൾ ഡിക്ലൈനുമാണ്. നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് സപ്പോർട്ടായി 23,800 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിൽ തന്നെയാണ്. മാർക്കറ്റ് ഒരു കറക്ഷൻ ഫേസിലേക്ക് പോവുകയാണെങ്കിൽ ഈ 23,800 എന്ന ലെവൽ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ വിപ്രോ 0.56% മുന്നേറ്റവും അതുപോലെ ടൈറ്റാൻ 1%-ലധികം മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ ടാറ്റ കൺസ്യൂമർ 1.17% മുന്നേറ്റവും അപ്പോളോ ഹോസ്പിറ്റൽ 1%-ലധികം മുന്നേറ്റവുമാണ് രേഖപ്പെടുത്തുന്നത്. നിഫ്റ്റിയിലെ ടോപ്പ് ലോസസിൽ ടെക് മഹീന്ദ്ര 2.34% ഇടിവും അതുപോലെ അദാനി പോർട്സ് 1.74% ഇടിവും രേഖപ്പെടുത്തുന്നു. ഇൻഫോസിസ്, പവർ ഗ്രിഡ്, ഇൻഡസിൻ ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ 0.06% മുന്നേറ്റമാണ് രേഖപ്പെടുത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സിൽ ഫെഡറൽ ബാങ്ക് 0.53% മുന്നേറ്റവും AU സ്മോൾ ഫിനാൻസ് ബാങ്ക് 1.45% മുന്നേറ്റവും രേഖപ്പെടുത്തുന്നു. അതുപോലെ കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, HDFC ബാങ്ക് എന്നിവയെല്ലാം നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് പ്രകടമാവുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലെ ടോപ്പ് ലോസസിൽ കനറ ബാങ്ക് 1.13% ഇടിവും ബാങ്ക് ഓഫ് ബറോഡ 0.85% ഇടിവ് രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇൻഡസിൻ ബാങ്ക്, IDFC, ഫസ്റ്റ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവയിലെല്ലാം നേരിയ തോതിലുള്ള ഇടിവാണ് ഈ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട ടെക്നിക്കൽ ലെവൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി 56,100 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൂവ്മെന്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ലെവലിന് മുകളിൽ സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കണം. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ലാസ്റ്റ് 3 ഡേയ്സിലെ മാർക്കറ്റ് ബ്രെഡ്ത്ത് അനലൈസ് ചെയ്യുമ്പോൾ ഗ്രാജുവലി 50 വീക്ക് ഹൈ റേഷ്യോ ഡിക്രീസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റേജിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. മാർക്കറ്റിലെ സ്മോൾ ക്യാപ് ഇൻഡെക്സ് 18,846 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാലുള്ളൂ മാർക്കറ്റ് ഒരു ഹെൽത്തി സ്റ്റേറ്റിൽ ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ സെക്ടോറിയൽ ഇൻഡിസസിലേക്ക് വരികയാണെങ്കിൽ ഒരു മിക്സഡ് പെർഫോമൻസ് ആണ് ഈ മണിക്കൂറിൽ പ്രകടമാവുന്നത്. അതിൽ മീഡിയ സെക്ടറിലെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ഡേയ്സ് ആയിട്ട് ഹയർ ലെവലെല്ലാം ഒരു റിജക്ഷൻ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. 1750 എന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ ഈ സെക്ടറിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് FMCG സെക്ടറാണ്. ഈ സെക്ടറിൽ ബിയറിഷ് ട്രെൻഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ മോർ കറക്ഷൻ പോസിബിലിറ്റിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി 57,400 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫാർമ സെക്ടറാണ്. ഈ ഒരു സെക്ടർ ട്രേഡ് ചെയ്യുന്നത് റെസിസ്റ്റൻസ് ഏരിയയിലായിട്ടാണ്. അതായത് ഹൈ റിജക്ഷൻ സോണായി ഈ ലെവൽ ആക്ട് ചെയ്യുന്നുണ്ട്. അത് എക്സാക്ട് പറയുകയാണെങ്കിൽ 22,000 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ മാത്രമേ ഈ സെക്ടറിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തതായി പങ്കുവെക്കാനുള്ളത് സ്റ്റോക്ക് ന്യൂസായി ആവാസ് ഫിനാൻഷ്യൽസ് NSDs വഴി ഫണ്ട് റേസ് ചെയ്യുന്നു എന്നതാണ്. ഫണ്ട് റേസ് ചെയ്യുന്നത് 200 കോടിയാണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇതിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ചോപ്പി ആൻഡ് സ്ലോ മൂവർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്നും ഒരു മൊമെന്റം ബസ്റ്റ് റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതല്ല. കറന്റ് ലെവലിൽ നിന്ന് റീസെന്റ് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് സപ്പോർട്ടായി 1669 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതായി സ്റ്റോക്ക് എഡ്ജിലെ ട്രെൻഡിങ് സ്റ്റോക്സ് ആയ ഹൊണാസ കൺസ്യൂമറിന്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ റൗണ്ട് ബോട്ടം ബ്രേക്ക്ഔട്ട് ആണ് ഇതിൽ റീസെന്റ് ഫോം ചെയ്തിട്ടുള്ളത്. എങ്കിലും ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. 332 എന്ന ലെവൽ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഷോർട്ട് ടേം റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറന്റ് ട്രേഡ് ചെയ്യുന്നത് ഒരു പുൾ ബാക്ക് സ്റ്റേജിലാണ്. ഇനി നമുക്ക് CDSLന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കാം. ഈ ഒരു സ്റ്റോക്കും റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ട്രേഡ് ചെയ്യുന്നത്. റീസെന്റ് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. 1512 എന്ന ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ടായി കൺസിഡർ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് റാലി എബോ 1729.
ഇനി ഡിസ്കസ് ചെയ്യാനുള്ള ട്രെൻഡിങ് സ്റ്റോക്കായ മാരിക്കോയാണ്. ഈ ഒരു സ്റ്റോക്കിൽ ഹയർ ലെവലിലെല്ലാം സെല്ലിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 13th മെയിൽ ആണ് ഡിസ്ട്രിബ്യൂഷൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 13th മെയിലെ ക്യാൻഡിൽ ഹൈ ബ്രേക്കിൽ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. എങ്കിൽ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവൂ. ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി ഡിസ്കസ് ചെയ്യാനുള്ളത് ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേജിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് 267 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ടേം ടാർഗറ്റായി 300 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലോങ് ടേം ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റിൽ ബിയറിഷ് ആണ്. ബട്ട് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം റാലി പോസിബിലിറ്റി എന്നതാണ്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്കായ മാരുതിയുടെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ അപ്പ് വോളിയം ലാസ്റ്റ് 10 days ഡൗൺ വോളിയത്തേക്കാൾ കൂടുതലാണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റോക്കിൽ പാരബോളിക് റാലി പോസിബിലിറ്റി എന്നതാണ്. റീസെന്റ് റൗണ്ട് ബോട്ടം പാറ്റേൺ എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. ബ്രേക്ക്ഔട്ട് റാലി നടക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 13,200 എന്ന ലെവലിന് മുകളിൽ ഒരു ക്ലോസിംഗ് ലഭിക്കണം എന്നതാണ് ചാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി പങ്കുവെക്കാനുള്ളത് സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയ കൊച്ചിൻ ഷിപ്പ് യാർഡിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പുൾ ബാക്ക് സ്റ്റേജിലാണ്. റീസെന്റ് വോളിയം ഡ്രൈ അപ്പ് ക്യാൻഡിൽസ് എല്ലാം ഫോം ചെയ്തിട്ടുണ്ട്. 2254 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ ഈ ഒരു സ്റ്റോക്കിലും നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മൊമെന്റം ബസ് പോസിബിലിറ്റി ഉണ്ടെന്നാണ് എക്സ്പേർട്സ് ഒപ്പീനിയൻ. അടുത്തതായി മറ്റൊരു ഡിഫൻസ് ഓഹരിയായ BDL ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ 13th ജൂണിൽ ഒരു സ്ട്രോങ് വോളിയം ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. റീസെന്റ് ക്യാൻഡിൽസ് എല്ലാം ഷോ ചെയ്യുന്നത് സ്ട്രോങ് പ്രൈസ് കോൺട്രാക്ഷൻ ആണ്. അതുകൂടാതെ ഒരു ഡിമാൻഡ് സോണിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു പുൾ ബാക്ക് റാലി അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് ടേം ടാർഗറ്റായി 2266 എന്ന ലെവലിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അടുത്തതായി ട്രെൻഡിങ് സ്റ്റോക്കിലുള്ള കിർലോസ്കർ ബ്രദേഴ്സിന്റെ ടെക്നിക്കൽ ലെവൽസ് നോക്കുമ്പോൾ 1972 എന്നതും ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ക്ലോസിംഗ് ലഭിച്ചാൽ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് നെക്സ്റ്റ് അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. IBD റിലേറ്റീവ് സ്ട്രെങ്ത് 62 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ട്രെൻഡ് ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. എങ്കിലും റീസെന്റ് ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 7th ഏപ്രിലാണ് സ്ട്രോങ് ബൈയിങ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുള്ളത്. ഇതിന്റെ ക്യാൻഡിൽ പെക്കുലാരിറ്റി നോക്കുമ്പോൾ സ്മോൾ ക്യാൻഡിൽസ് വിത്ത് വോളിയം ഡ്രൈ അപ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കും ഡോ തിയറി പ്രകാരമുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ സ്റ്റേജിലാണ്. അടുത്തതായി സ്കിപ്പറിന്റെ ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ റാലി അറ്റംപ്റ്റ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 weeks ആയിട്ട് സ്ട്രോങ് വോളിയം ബിൽഡപ്പ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 541 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിച്ചാൽ നെക്സ്റ്റ് അപ്സൈഡ് റാലി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ സ്റ്റോക്ക് ക്യാരക്ടർ 6 നോക്കുമ്പോൾ സ്ലോ ആൻഡ് ചോപ്പി മൂവറായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി അവസാനമായി ഇൻഡസിൻഡ് ബാങ്കിന്റെ ലോങ് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. ബിക്കോസ് ഇതിന് ഹയർ ലെവലിലൊരു വോളിയം ബേസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 20 സ്ട്രോങ് ഡിസ്ട്രിബ്യൂഷൻ ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ ഡേ ഹൈ അതായത് സെപ്റ്റംബർ 20 ഡേ ഹൈ ബ്രേക്ക് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചാണ് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ക്രൂഷ്യലാണ്. ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ സ്ട്രോങ് വോളിയം ബേസ്ഡ് ബേസ് പാറ്റേൺ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ബേസ് ബോട്ടത്തിൽ സ്ട്രോങ് ബൈയിങ്ങും നടന്നിട്ടുണ്ട്. എക്സാക്ട് ഡേ പറയുകയാണെങ്കിൽ 22 മെയില് ഒരു സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. കറന്റ് ലെവലിൽ ഒരു ബ്രേക്ക്ഔട്ട് പോസിബിലിറ്റി ഉണ്ട്. ലാസ്റ്റ് ഡേ സ്ട്രോങ് വോളിയം ക്യാനലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അതായത് കറന്റ് ഡേ ഒരു പ്രോപ്പർ ഫോളോ ത്രൂ ക്യാനൽ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഷോർട്ട് ടേം റാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് അനാലിസിസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഡേ ഫോളോ ത്രൂ ക്യാനലൊന്നും പ്രോപ്പറായി വർക്ക് ആവില്ലായിരുന്നു. ഇന്ന് കറന്റ് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പോൾ സ്റ്റോക്സിലെല്ലാം സെക്ടർ സ്പെസിഫിക് ആക്ഷൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലാസ്റ്റ് ഡേ സ്ട്രോങ് മൂവേഴ്സ് 53 ആണ്. ഇത് വെരി ലോ നമ്പർ ആണ്. എങ്കിലും MMI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് എന്നതാണ്. യെസ്, ഇവയൊക്കെയാണ് ഈ മണിക്കൂറിലെ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ജാസ്മിൻ. യെസ്, ഏതായാലും ഇനി മാർക്കറ്റിന്റെ മറ്റ് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും ടെക്നിക്കൽ ഔട്ട്ലുക്ക് കിട്ടേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മുടെ ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. Morning, Jasmine. Morning, viewers. സർ, ഇന്ന് ഒരു എക്സ്പയറി ഡേ ആണ്. മാർക്കറ്റിൽ 24,800 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. ധാരാളം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വന്ന സമയത്തും ഒരുപാട് ഇടിവിലേക്ക് പോകാതെ നിഫ്റ്റി പിടിച്ചു നിന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. നിലവിലെ നിഫ്റ്റിയുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണുള്ളത്?
ജാസ്മിൻ നിഫ്റ്റി 50യുടെ ലോങ് ടേം ഔട്ട്ലുക്ക് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് വളരെ ഷോർട്ട് ടേം നോക്കുമ്പോഴേക്കും നിഫ്റ്റി 50 ഒരു കൺസോൾട്ടേഷൻ മോഡിലോട്ടാണ് പോയിരിക്കുന്നത്. 25,100 പോയിന്റ് ആയിരിക്കണം ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഒരു ശക്തമായിട്ടൊരു അപ്മൂവ് കാണാൻ സാധിക്കത്തുള്ളൂ. സർ, ഇന്ന് നിഫ്റ്റിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ടോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. 55,800 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ന് 55,942 എന്നുള്ള ഒരു ഡേ ഹൈ ഇതുവരെയുള്ള സമയങ്ങളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ അണ്ടർ ടോൺ എങ്ങനെയാണുള്ളത്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും വീക്ക്നെസ് ഒന്നും തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. 56,100 പോയിന്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇപ്പോൾ വൈകിട്ടാകുമ്പോഴേക്ക് ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് ടേം ബുള്ളിഷ് ട്രെൻഡ് കാണാൻ സാധിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് 600 മുതൽ 800 പോയിന്റ് കുതിപ്പ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പ്രദീപ് സർ, വോഡാഫോൺ ഐഡിയയെ കുറിച്ചാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്. സ്റ്റോക്ക് ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ കണക്ടിവിറ്റി വികസിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഡയറക്ട് ടു ഡിവൈസ് അറ്റ്ലൈറ്റ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊണ്ടുവരുന്നതിനും ഒക്കെ ആയിട്ടൊരു പുതിയ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റാണ് വോഡാഫോൺ ഐഡിയയെ സംബന്ധിച്ചിടത്തോളം. ഇനിയും എത്രത്തോളം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തുണയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്? കാരണം സ്റ്റോക്ക് പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു വോളറ്റിലിറ്റി, വലിയൊരു കറക്ഷൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ജാസ്മിൻ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീഡിയയിൽ നമുക്ക് വാർത്തകൾ വോഡാഫോണിനെ കുറിച്ച് വരാറുണ്ട്. സോ വോഡാഫോൺ ഐഡിയയുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കടബാധ്യതകളുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് വോഡാഫോൺ ഐഡിയയുടെ എവറി ക്വാർട്ടർ നമുക്ക് ഈ അതിന്റെ അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ സബ്സ്ക്രൈബർ ബേസ് വർദ്ധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ഡിക്ലൈനിങ്. സോ വോഡാഫോൺ ഐഡിയക്ക് ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആൻഡ് ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോഴേക്കും സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. 8 രൂപയുടെ മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സർ, ഇന്നിപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. കഴിഞ്ഞ ഒരു 16 മന്തിനിടയിൽ ഏറ്റവും വലിയൊരു മുന്നേറ്റം, ഓൾമോസ്റ്റ് 11% ഒരു ബിഗ്ഗസ്റ്റ് ഇൻട്രഡേ ഗെയിൻ ആണ് ഇന്നിപ്പോൾ ഈസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 7.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നൊരു ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 57 രൂപ എന്നുള്ളൊരു നിലവാരം വരെ സ്റ്റോക്ക് എത്തിയിട്ടുമുണ്ട്. ഈസാഫിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? Jasmine, stock at the long-term trend continues to be bearish. A short-term trend sideways ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് 35 രൂപ 36 രൂപ ഈ റേഞ്ചിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ ഈസാഫ് ഒരു സേഫ് സോണിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. ഇന്ന് നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയിട്ടുണ്ടെങ്കിലും നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോഴും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഈ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഫോൾഡ് ചെയ്യാം. ബട്ട് എൻ്റെ അടുക്ക് ഈസാഫിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് മറ്റൊരു റീസെന്റ് ലിസ്റ്റഡ് സ്റ്റോക്ക് ആക്ച്വലി എൻ്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് വിച്ച് ഇസ് സ്വിഗ്ഗിയുടെ കേസിൽ ഐ ക്യാൻ കൺഫേം ടു യു ദർ ഇസ് എ ബുള്ളിഷ് പോസിറ്റീവ് ബ്രേക്ക് ഔട്ട്. ഈ സ്വിഗ്ഗിയുടെ കേസിൽ റിസ്ക് റിവാർഡ് വളരെ ഫേവറബിൾ ആയിട്ട് കാണുന്നത്. കറന്റ് ലെവൽസ് അറൌണ്ട് 380 രൂപയ്ക്ക് അടുത്താണ് ട്രേഡ് ചെയ്യുന്നത്. 4% നേട്ടം ഇപ്പോൾ സ്റ്റോക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിലൊരു ഹ്യൂജ് അപ്സൈഡ് പൊട്ടൻഷ്യൽ ഷോർട്ട് ടേമിൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രദീപ് സർ, മറ്റൊരു സ്റ്റോക്ക് ജിയോ ഫൈനാൻഷ്യൽ സർവീസ് ആണ്. ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 286 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. ജിയോ ഫിനിന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ പരിശോധിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇയർ ജൂൺ 20 368 രൂപ എന്നുള്ളൊരു ഹൈ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ജിയോഫിന്റെ കേസിൽ എനിക്കൊരു മേജർ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണണമെങ്കിൽ 300 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 278 സപ്പോർട്ട് ശ്രദ്ധിക്കണം. അറ്റ് ദ മൊമെന്റ് എനിക്ക് തോന്നുന്നില്ല 278 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്.
റൈറ്റ്. ഇനി മറ്റൊരു സ്റ്റോക്ക് ട്രെൻഡാണ്. ഇന്നൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബ്രോക്കറേജുകളൊക്കെ തന്നെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് ആണ് ഈ ഒരു സ്റ്റോക്കിൽ നൽകിയിട്ടുള്ളത്. എസ്പെഷ്യലി മാക്വേറി ബ്രോക്കറേജിനെ സംബന്ധിച്ചിടത്തോളം 26% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിലത്തെ ഒരു മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യത പങ്കുവയ്ക്കുന്നുണ്ട്. ട്രെൻഡ് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 5710 രൂപയിലാണെങ്കിൽ 7200 രൂപ എന്നുള്ള ഒരു ലെവൽ വരെ എത്താനുള്ള സാധ്യതയാണ് ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ട്രെൻഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു സേഫ് ആയിട്ട് ഒരു ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 6000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദാറ്റ് റെസിസ്റ്റൻസ് ടു ബി ബ്രോക്കൺ. ആ 6000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. പ്രദീപ് സർ, ഇന്ന് നമ്മൾ നിഫ്റ്റി 50യുടെ ഒരു ചാർട്ട് പരിശോധിക്കുമ്പോൾ ടോപ്പ് ഗെയിനർ പട്ടികയിലുള്ള ടാറ്റ സ്റ്റോക്കുകളിൽ മറ്റ് രണ്ടെണ്ണം ടൈറ്റനും ടാറ്റ കൺസ്യൂമറുമാണ്. ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം 1.32% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ട്രേഡ് ചെയ്യുന്ന ഒരു ലെവൽ പരിശോധിച്ചാൽ 3467 രൂപ എന്നുള്ള ഒരു നിലയിലാണ്. ജാസ്മിൻ, ടൈറ്റന്റെ കേസിൽ നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ കൺസിഡർ ചെയ്യാം. നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3378ന്റെ സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3560, അതിനുശേഷം 3660 ആയിരിക്കും. 3660ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഹ്യൂജ് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പ്രദീപ് സാർ, അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഏതെങ്കിലും സ്റ്റോക്കോ അല്ലെങ്കിൽ സെക്ടേഴ്സോ പങ്കുവയ്ക്കാനുണ്ടോ? മേജർ 2 സ്റ്റോക്സ് ഒന്ന് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്വിഗ്ഗി. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് എന്റെ ശ്രദ്ധയിലോട്ട് വന്നിരിക്കുന്നത് ഗോദ്രേജ് പ്രോപ്പർട്ടി. ഗോദ്രേജ് പ്രോപ്പർട്ടി നമ്മളെ മറ്റ് വലിയ റിയാലിറ്റി സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഇറ്റ് ഹാസ് ആക്ച്വലി ബീൻ അണ്ടർ പെർഫോമിംഗ്. നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് ഗോദ്രേജ് പ്രോപ്പർട്ടീസിൽ കാണാൻ സാധിക്കുന്നത്. Thank you so much, Pradeep sir. Thank you.